ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാസ്റ്റർ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നാളെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ആണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പൊ ടീച്ചർ കൂട്ടുകാർക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് റൂംസിനെ കുറിച്ച് പരിചയപ്പെട്ടിട്ടില്ലേ? ഏതൊക്കെ റൂംസ് ആണ് മക്കളെ നമ്മുടെ വീട്ടിലുള്ളത്? കിച്ചൺ ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഡൈനിങ് റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്, ബെഡ്റൂം ഉണ്ട് അല്ലെ. പിന്നെ എന്ത് റൂമാണുള്ളത്? ഡ്രോയിങ് റൂം, അതുപോലെ തന്നെ സ്റ്റോർ റൂം അല്ലെ. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള വിവിധ തരം റൂമുകളാണ് അല്ലെ. അപ്പം ഇവയുടെയൊക്കെ പേരുകൾ മക്കൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ മക്കൾക്ക് ചിത്രം തന്നുകൊണ്ട് അവയുടെ പേര് എഴുതാനായിട്ട്, ഓരോ റൂമിന്റെയും ചിത്രം തന്നിട്ട് ഏതാണ് ആ റൂം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഓരോ റൂമിന്റെയും ആവശ്യകത എന്താ എന്നുള്ള കാര്യം കൂടി മക്കൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ കിച്ചൺ എന്തിനാണ് മക്കളെ? ടു കുക്ക് ഫുഡ് ആണ് അല്ലെ, ടു കുക്ക് ആണ് അല്ലെ. എന്തിനാണ്? നമുക്ക് ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാനാണ്. അതുപോലെ തന്നെ ബെഡ്റൂം എന്തിനാണ്? ടു സ്ലീപ്പ് അല്ലെ, നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ത് ബെഡ്റൂം അല്ലെ. അതുപോലെ തന്നെ ഡ്രോയിങ് റൂം എന്തിനാണ്? ടു വെൽക്കം ഗസ്റ്റ് അല്ലെ, നമുക്ക് ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഡ്രോയിങ് റൂം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡൈനിങ് റൂം എന്തിനാണ്? ടു ഈറ്റ് ആണ് അല്ലെ, നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനാണ് നമ്മൾ പ്രധാനമായിട്ടും ഡൈനിങ് റൂം യൂസ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ സ്റ്റോർ റൂം എന്തിനാണ് മക്കളെ? ടു സ്റ്റോർ തിങ്സ് ആണ് അല്ലെ, നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മള് സ്റ്റോർ റൂം യൂസ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ബാത്റൂം എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബാത്ത് ആണ് അല്ലെ, ടു ടേക്ക് ബാത്ത് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഓരോ റൂമും അതുപോലെ തന്നെ അവയുടെ ആവശ്യകത എന്താ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, മക്കൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ അത് മക്കൾക്ക് ഓരോ റൂമിന്റെയും ചിത്രം തന്നിട്ട് അത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവയുടെ പേര് കൃത്യമായിട്ട് എഴുതാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക മക്കൾ, അവയുടെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് വരും, ചേരുംപടി ചേർക്കാനായിട്ടും വരും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അത് മക്കൾക്ക് എങ്ങനെയാ വരാന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ തന്നെയാണ് കണ്ടുവരാറുള്ളത് കേട്ടോ. നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം നമ്മുടെ റൗളിയെ ഓർമ്മയില്ലേ? റൗളിയ, അപ്പൊ അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവൾക്ക് അങ്ങനെ പോയ സമയത്ത് അവൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയില്ലേ, മൗസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഇവൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടില്ലായിരുന്നോ, ഒരു ഗ്ലാസും അതുപോലെ തന്നെ ഹാറ്റും ഒക്കെ കൊടുത്തിട്ടില്ലായിരുന്നോ. അങ്ങനെ അവൾ ഇതെല്ലാം തിരിച്ചുകൊണ്ട് എവിടേക്ക് വന്നു, തിരിച്ച് മദർ അവളുടെ അടുത്തേക്ക് എത്തി കേട്ടോ, അവളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തി. ആ സമയത്ത് നമ്മുടെ അമ്മയും അതുപോലെ തന്നെ റൗളിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഈ അമ്മ നമ്മുടെ ബേബി എവിടെ പോയി നോർത്തിട്ട് അങ്ങനെ ഒത്തിരി നേരെ കാത്തിരിക്കുകയാണ്. അപ്പൊ അവൾ കണ്ട ഉടനെ തന്നെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? Where were you dear എന്ന് ചോദിച്ചാൽ അവൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിനായിട്ട് പോയതാണ് അല്ലേ. അപ്പൊ പിന്നീട് അമ്മ എന്ത് ചോദിക്കും? ഇതൊക്കെ എന്താണ് അല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ നിനക്ക് ഈ ഹാറ്റും അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ നിനക്ക് ആര് തന്നതായിട്ട് ചോദിക്കും അല്ലേ. അപ്പൊ നമ്മുടെ റൗളി എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? എൻ്റെ ന്യൂ ഫ്രണ്ട് തന്നതാണ് അല്ലേ, എൻ്റെ പുതിയ കൂട്ടുകാരൻ തന്നതാണ്. അപ്പൊ അമ്മ എന്ത് ചോദിക്കും? ആരാണ് ആ പുതിയ കൂട്ടുകാരൻ എന്നൊക്കെ ചോദിക്കൂലേ. അപ്പൊ അവള് പറഞ്ഞു കൊടുക്കും ആരാണ് എന്നുള്ള കാര്യം അല്ലേ. അപ്പൊ ഇതേ രീതിയിൽ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അത്തരത്തിൽ നമ്മുടെ ചാപ്റ്റർ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കോൺവെർസേഷൻ വരിക. പിന്നെ കോൺവെർസേഷൻ എന്ന് പറയുന്ന സമയത്ത് മുഴുവൻ മക്കള് സ്വയം എഴുതേണ്ട കാര്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തന്നിട്ടുണ്ടായിരിക്കും, പകുതിയിലേറെ കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിൽ ഒരു 3-4 സെന്റൻസ് എന്തായി പോയിട്ടുണ്ടായിരിക്കും, മിസ്സായി പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് മാത്രം മക്കള് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പം ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കറിയാലോ കോൺവെർസേഷൻ എന്ന് പറയണമെങ്കിൽ മിക്കപ്പോഴും 2 ആളുകൾ തമ്മിലുള്ളതായിരിക്കും. അപ്പൊ ഒരാൾ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. മക്കൾ എന്ത് ചെയ്താൽ മതി, അടുത്ത ആളുടെ ഡയലോഗ് എന്ത് എഴുതിയാൽ മതി, ആ ചോദ്യത്തിന് ഉത്തരം എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ചിലപ്പോൾ നമുക്ക് ഉത്തരമായിരിക്കും അവിടെ തരിക, അതായത് മറുപടി ആയിരിക്കും തരിക. അപ്പം മക്കൾ എന്ത് ചെയ്യുക, അതിനുള്ള ചോദ്യമായിരിക്കും ചോദിക്കേണ്ടി വരിക. അപ്പൊ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടിയിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് മക്കൾ ആദ്യം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതനുസരിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്കുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ കേട്ടോ. അവിടെ എന്താന്ന് വെച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യും, ഒരു ചിത്രം തരും. ഒരു ചിത്രം തന്നിട്ട് ആ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് പറയൂ കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചിത്രം നന്നായിട്ട് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് നോക്കുക കേട്ടോ. ചിലപ്പം അതുപോലെ ഈ ഡിസ്ക്രിപ്ഷനിലും മക്കൾക്ക് എന്ത് തരാം, കുറച്ച് കാര്യങ്ങളൊക്കെ സെന്റൻസുകളൊക്കെ അവിടെ തരാം. അതിൽ കുറച്ച് ഏരിയസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ആ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക എന്നുള്ള രീതിയിൽ ചിലപ്പം ചോദിക്കാം.
ചിലപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യേണ്ടി വരും, സ്വയം എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ഈ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ ഏതാ പിക്ചർ തന്നെന്ന് വെച്ചാൽ നമ്മുടെ സാമിനിയും ലിസിയും ഒക്കെ ഓർമ്മയില്ലേ? അപ്പൊ അവര് രണ്ടുപേരും ഒരു ഗാർഡനിൽ നിൽക്കുന്ന ഒരു പിക്ചർ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് ആ പിക്ചർ ആയിരുന്നു ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ഗാർഡൻ എന്ന് പറയുമ്പോൾ മക്കളെ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ഒരുപാട് ട്രീസ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരുപാട് പ്ലാന്റ്സും ഫ്ലവേഴ്സും അതിന് ചുറ്റും ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഇവയുടെയൊക്കെ പേരുകളൊക്കെ ഒന്ന് എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് എപ്പോഴും പിക്ചർ ഡിസ്ക്രിപ്ഷൻ തരുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ചിത്രങ്ങളിൽ ഉണ്ടായിരിക്കും. മക്കൾക്ക് പേരറിയാവുന്ന ഒരുപാട് സാധനങ്ങൾ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മക്കൾ പഠിച്ചാൽ മതി കേട്ടോ. അതുപോലെ രണ്ട് ബേർഡ്സ് ചിലപ്പം എന്ത് ചെയ്യുന്നുണ്ടാവും, പറന്നു പോകുന്നുണ്ടാവും അല്ലേ? 2-3 ബേർഡ്സ് ഒക്കെ പറന്നു പോകുന്നുണ്ടായിരിക്കും, അവർ മരത്തിൽ ഇരിക്കുകയായിരിക്കും ചിലപ്പം. അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, മക്കള് ഡിസ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ കൂട്ടുകാർക്കുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ് ആൻഡ് ഡ്രോ ആണ്. റീഡ് ആൻഡ് ഡ്രോ അത് ഇങ്ങനെ വരിക എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യം ടീച്ചർ ഇവിടുന്ന് വരയ്ക്കുക കേട്ടോ. ഇതുപോലെ ഒരു മരത്തിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു. അതായത് മരത്തിന്റെ ലീഫ് ഒന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നു. എന്നിട്ട് മക്കളെടുത്ത് പറഞ്ഞു, അതായത് ഈ റീഡ് ആൻഡ് ഡ്രോ എന്ന് പറയുകയാണെങ്കിൽ മക്കൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് അത് വായിച്ചിട്ട് അതേപോലെ തന്നിട്ടുള്ള പിക്ചറിൽ എന്ത് ചെയ്യാൻ, വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പൊ മക്കൾക്ക് ഇതുപോലെ ഒരു പിക്ചർ തന്നിട്ട് ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ഡ്രോ സം ലീവ്സ് ഓൺ ദി ട്രീ ഓൺ ദി ബ്രാഞ്ചസ് ഓഫ് ദി ട്രീ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ആ മരത്തിലെ കൊമ്പുകളിലൊക്കെ എന്ത് ചെയ്യാന്, ലീവ്സ് വരയ്ക്കാനാണ്. അപ്പൊ എന്ത് ചെയ്യാം മക്കള്, അവര് ലീഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, ലീഫൊക്കെ വരയ്ക്കുക കേട്ടോ. അവർ പറയുന്ന രീതിയിൽ ലീഫ് വരയ്ക്കുക. പിന്നെ മക്കളത് പറഞ്ഞത് ആ മരത്തിന്റെ മുകളിൽ 4 മാംഗോസ് വരയ്ക്കാനായിരുന്നു കേട്ടോ. അതായത് 4 മാങ്ങ വരയ്ക്കാനാണ്. അപ്പൊ എന്ത് ചെയ്യുക, 4 എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് എണ്ണം തന്നെ എന്ത് ചെയ്യുക, മക്കൾ വരയ്ക്കണം കേട്ടോ. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. കറക്റ്റ് വരച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിന്റെ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, നമ്മള് 4 മാംഗോസ് എന്ത് ചെയ്തു, ആ മരത്തിൽ വരച്ചു. പിന്നെ ആ മരത്തിന്റെ ഒരു കൊമ്പിൽ ഒരു നെസ്റ്റ് ഉണ്ടായിരുന്നു. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയാലോ എന്താണെന്നുള്ളത്, എന്താണ്, ഒരു കിളിക്കൂട് ഉണ്ടായിരുന്നു. അപ്പൊ ആ കിളിക്കൂട്ടിനുള്ളിൽ 2 എഗ്ഗ് വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കിളിക്കൂട്ടിൽ എന്ത് വരയ്ക്കാന്, എഗ്ഗ്, അതിന്റെ കിളിയുടെ മുട്ട വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ട്രീയുടെ അടിയിലായിട്ട് അണ്ടർ ദി ട്രീ എന്ത് വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്ലാന്റ് വരയ്ക്കാനായിട്ട്, അതായത് ചെറിയൊരു ചെടി വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് എന്തെങ്കിലും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ട് അതിനനുസരിച്ച് പിക്ചർ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് പറയൂ കേട്ടോ. ചിലപ്പം അതിന് കളർ ചെയ്യാനായിട്ട് പറയും. അപ്പൊ എന്ത് ചെയ്യുക മക്കള്, നിങ്ങളുടെ കളറും അതുപോലെ തന്നെ കയ്യിൽ എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പം റീഡ് ആൻഡ് ഡ്രോ എന്നുള്ള ആ ഒരു ആക്ടിവിറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്. എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ്. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്കുള്ളത് ക്രോസ് വേർഡ് പസിലാണ്. ക്രോസ് വേർഡ് പസിൽ എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ആനിമൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും, അതിന് ആൻസർ എന്താണെന്ന് കണ്ടെത്തിയിട്ട് എവിടെയാണോ അത് അക്രോസ് ആണോ അല്ലെങ്കിൽ ഡൗൺവേർഡ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യാം മക്കള്, അവിടെ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ആനിമൽസ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് തന്നത്, ഞാനാണ് കരയിലെ ഏറ്റവും വലിയ ജീവി, അതുപോലെ തന്നെ ഞാനാണ് കാട്ടിലെ രാജാവ്, പിന്നെ എനിക്ക് ഐ ക്യാൻ സീ അറ്റ് നൈറ്റിലെ എനിക്ക് രാത്രി കാണാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഓരോ ആനിമൽസ് പറയുന്ന കാര്യങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന സമയത്ത് ആരായിരിക്കും മക്കളെ, ആരാണ്, ലയൺ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ അത് എവിടെയാണോ പറഞ്ഞത് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ആ ലയൺ എന്നുള്ളത് എഴുതുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രാത്രി കാണാനായിട്ട് പറ്റും, ഏതാണ് ആ ബേർഡ്, ഏതാണ്, ഔളാണ് അല്ലേ? അപ്പം ഇത്തരത്തിലായിരുന്നു നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ മക്കൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ ക്രോസ് വേർഡ് പസിൽ അതും ആനിമൽസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ സൗണ്ട്സ് കേട്ടോ, സൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആനിമൽസും അവരുടെ സൗണ്ട്സും ചിലപ്പം സൗണ്ട്സ് ആയിരിക്കും തരിക കേട്ടോ. ഐ ക്യാൻ റോർ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ആനിമല് നമുക്കറിയാമല്ലേ, ലയൺ ആണ് എന്ന് നമുക്ക് അറിയാം അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, ആനിമൽസും അവരുടെ സൗണ്ട്സും പഠിക്കുക കേട്ടോ. അത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൂടിയും യൂസ്ഫുൾ ആവും. എവിടെയെന്ന് അറിയാം, ആഡ് മോർ ലൈൻ കേട്ടോ. ആഡ് മോർ ലൈൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ആഡ് മോർ ലൈൻ. അപ്പൊ അവിടെ നമുക്ക് ഈ ആനിമൽസിനെയും അവരുടെ സൗണ്ട്സും യൂസ്ഫുൾ ആണ് കേട്ടോ. അവിടെ നമുക്ക് എങ്ങനെയാ തരുന്നത് വെച്ചാൽ, ഒരു സ്റ്റാൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ആനിമലിനെ കുറിച്ച് നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്കടുത്ത് അതുപോലെ അടുത്ത പുതിയ 1-2 സ്റ്റാൻസ് ഉണ്ടാക്കാനായിരിക്കും പറയും. അപ്പൊ മക്കൾ അവിടെ എന്ത് മാറ്റം വരുത്തിയാൽ മതി, ആദ്യം ഇപ്പൊ കാറ്റിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റാൻസിൽ എന്ത് ചെയ്യുക, വേറൊരു ആനിമലിനെ കുറിച്ച്, അതായത് ഡോഗിനെ കുറിച്ചിട്ട് പറയാം. അവിടെ ആദ്യത്തെ സ്റ്റാൻസിൽ നിന്ന് എന്ത് മാറ്റം മാത്രം വരുത്തിയാൽ മതി, അവയുടെ പേരും അതുപോലെ തന്നെ അതിന്റെ സൗണ്ടും മാത്രം മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും,
പുതിയൊരു സ്റ്റാൻസ് കിട്ടൂ അല്ലേ? അപ്പൊ നമ്മള് ക്യാറ്റിൻ്റെതാണെങ്കിൽ മ്യാവ് മ്യാവ് എന്നതായിരിക്കും അവിടെ സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ ഇവിടെ ഡോഗിൻ്റെത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ബൗ ബൗ എന്നുള്ളത് കൊടുക്കണം അല്ലെ? അപ്പം എന്ത് ചെയ്യുക, ഈ ആഡ് മോർ ലൈനിലും നമുക്ക് ആനിമൽസും അതുപോലെ തന്നെ അവയുടെ സൗണ്ട്സും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതൊന്ന് മക്കള് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, പിന്നെ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട കുറച്ച് വേർഡ്സ് ഒക്കെയാണ്. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൈംബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന്റെ ഒക്കെ മീനിങ് ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. അത് നമുക്ക് ഫില്ലിംഗ് ദി ബ്ലാങ്ക് എന്നുള്ള രീതിയിൽ തരും. അതായത് ഒരു പിക്ചർ തരും. ഇപ്പൊ നമ്മുടെ ഒരു ബോയ് എന്ത് ചെയ്യാണ്? ഒരു മരത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യും? ഒരു സെന്റൻസ് തരും. എ ബോയ് ഡാഷ് ഓൺ ദി ട്രീ എന്ന് പറയാന്ന് വിചാരിക്കാം. അപ്പം മക്കൾ അവിടെ എന്ത് ഫിൽ ചെയ്യണം? ക്ലൈംബിംഗ് ആണോ, പ്ലേയിങ് ആണോ, റണ്ണിങ് ആണോ, ഫ്ലൈയിങ് ആണോ? എന്താണ്? ക്ലൈംബിംഗ് ആണ് അല്ലെ? ക്ലൈംബിംഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കയറുക എന്നുള്ളത് പറയാം അല്ലെ? ഇനിയിപ്പോ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രിങ്കിങ് എന്ന് പറയാണ് കുടിക്കുന്നതിനാണ് ഡ്രിങ്കിങ് എന്ന് പറയാം അല്ലെ? അതുപോലെ ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ടു ബേർഡ്സ് ആർ ഡാഷ് ഇൻ ദി സ്കൈ എന്ന് പറയാണ്. ടു ബേർഡ്സ് ആർ ഡാഷ് ഇൻ ദി സ്കൈ എന്ന് പറയാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് എടുക്കണം? ഫ്ലൈയിങ് എന്ന് കൊടുക്കണം അല്ലെ? രണ്ട് ബേർഡ്സ് പറന്നു പോകുന്ന പിക്ചർ ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫ്ലൈയിങ് എന്ന് കൊടുക്കണം അല്ലെ? അപ്പം ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ പറക്കാണ്, പ്ലേയിങ് എന്ന് പറഞ്ഞാൽ കളിക്കാണ്, ജമ്പിങ് എന്ന് പറഞ്ഞാൽ ചാടാണ്, ക്ലൈംബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയറുന്നതിനാണ്, ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ? ഡ്രിങ്കിങ് എന്ന് പറയുന്നത് അല്ലെ? റണ്ണിങ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് മക്കളെ? ഓടുന്നതിനെയാണ് റണ്ണിങ് എന്ന് പറയാം അല്ലെ? പിന്നെ സ്ലീപ്പിംഗ് ഒക്കെ മക്കൾക്ക് അറിയുന്നതാണല്ലോ. അപ്പം അത്തരം വേർഡ്സും കൂടി മക്കളൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ മക്കളെ, ഇതോടൊപ്പം തന്നെ ടീച്ചർ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു വീഡിയോ കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.